ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു. ചില നാളുകൾക്ക് മുമ്പ് ചിക്കുവിൻ്റെ വിവാഹ വിരുന്നിനോടുള്ള ബന്ധത്തിലാണ് സന്നിധാനമായി ആ ഭവനവുമായി പരിചയപ്പെടുന്നത്. ഇന്നിങ്ങനെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരം ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നു. ജോമിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വെച്ച് ഇങ്ങനെ അവിചാരിതമായി ഇങ്ങനെ കാണുവാൻ കർത്താവ് ഒരുക്കിയ അവസരം വളരെ വിലപ്പെട്ടതാണ്. കർത്താവിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ് ജോമിൻ്റെ കുടുംബം. ഇങ്ങനെ ഇവിടെ വെച്ച് കാണുവാൻ കർത്താവ് ഒരുക്കിയ അവസരം പ്രിയ ജിമ്മച്ചായനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ചെറിയൊരു ചിരിയൊക്കെ മുഖത്ത് നല്ലതാണ്. ഞാൻ ചുരുക്കം ചില ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം ഈ രാജ്യത്ത് വന്നതാണ്. ഞാനിന്ന് തിരികെ പോകുന്നതിൻ്റെ തിരക്കിലാണ്. രാവിലെ മുതൽ തന്നെ ഒത്തിരി തിരക്കിലും യാത്രകളിലുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് സാരമായ പ്രയാസമുണ്ട്. എങ്കിലും അല്പസമയം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരം ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും തിരുസന്നിധിയിലായിരിക്കാം. മനോഹര ഗാനങ്ങളൊക്കെ കേൾക്കുവാനും ഒരുമിച്ച് പാടുവാനും കർത്താവ് ഒരുക്കിയ അവസരം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. നിങ്ങളോടൊപ്പം എനിക്കും സന്തോഷിക്കുവാൻ ഇങ്ങനൊരവസരം കർത്താവ് ഒരുക്കിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഞാൻ മുഖവരിയായി അധികമൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അല്പസമയത്തെ ഒരു ചിന്തയ്ക്കായി വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 പത്രോസ് 1:6-7 വാക്യങ്ങൾ. ആമേൻ. ഈ റിജോയ്സ് മിനിസ്ട്രീസ് ഫെലോഷിപ്പിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചൊരു കൂട്ടായ്മ കർത്താവ് തന്നതോർത്തും ഞാൻ കർത്താവിനും നന്ദി പറയുന്നു. നിങ്ങളോടുള്ള സ്നേഹവന്ദനവും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധികൾ നേരിട്ട, അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിട്ട ഒരു സമൂഹമെന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കക്കാരായ 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളായിരുന്നു. അവരെ പോലെ പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ളവരാരും പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അവർ നേരിട്ട പ്രതിസന്ധി ഒരു സാധാരണ പ്രതിസന്ധി അല്ലായിരുന്നു. അവർ നേരിട്ട പ്രതിസന്ധി നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ ആളുകളായിരുന്നു അവർ. റോമൻ ഗവൺമെൻറ് യേശുക്രിസ്തുവിൻ്റെ അനുയായികളുടെ സകല കൂടിവരവുകളെയും ബാൻ ചെയ്തു, നിരോധിച്ചു. അതിന് ലാറ്റിൻ ഭാഷയിൽ ഇല്ലിസിറ്റ റിലിജിയൻ, ബാൻഡ് റിലിജിയൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഗവൺമെൻറ് നിയമം മൂലം നിരോധിച്ച ജനത്തിന് കൂടി വരുവാൻ സ്ഥലങ്ങളില്ലായിരുന്നു. അവർക്ക് വീടുകളിൽ കൂടാൻ പറ്റുകയില്ല, മറ്റൊരു സ്ഥലത്തും കൂടാൻ പറ്റുകയില്ല. പക്ഷേ വെച്ച സ്റ്റെപ്പ് പുറകോട്ട് വെക്കാൻ അവർ തയ്യാറുമല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഗുഹകളിലേക്ക് തങ്ങളുടെ ആരാധനകൾ മാറ്റി, പർവ്വതങ്ങളിലേക്ക് ആരാധനകൾ മാറ്റി, മരുഭൂമിയിലേക്ക് ആരാധനകൾ മാറ്റി, കാടുകളിലേക്ക് ആരാധനകൾ മാറ്റി. രാത്രിയുടെ മറവിൽ അവർ ആരാധനയ്ക്കായി ഗുഹകളും കാടുകളും കുന്നുകളും വലിഞ്ഞു കയറും. അതിരാവിലെ വെളുപ്പിനെ സമയം ലോകമുണരുന്നതിന് മുമ്പ് അവർ വീടുകളിലേക്ക് മടങ്ങും. എന്നാൽ ആരാധനയ്ക്ക് വേണ്ടിയും യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി ഇങ്ങനൊരു വിഭാഗം വീട് വിട്ട് ആരാധനയ്ക്ക് വേണ്ടി പോയി എന്നറിയുന്ന ഗവൺമെൻറ് അവരുടെ പടയാളികളെ ഉപയോഗിച്ച് ഇവർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവരുടെ വീടുകൾ ആക്രമിക്കും. വീടുകൾ ആക്രമിച്ച് വീട് നിൽക്കുന്ന സ്ഥലം അഗ്നികുണ്ഡമാക്കി തീർക്കും. വളരെ ദൂരെ നിന്ന് അതിരാവിലെ ആരാധനകൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ രാത്രിയിൽ ആരാധനകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട് നിൽക്കുന്ന സ്ഥലം അഗ്നി കത്തുന്നതായിട്ട്, തീ കത്തുന്നതായിട്ടാണ് അവർ കാണുന്നത്. സാധന സാമഗ്രികൾ ഉൾപ്പെടെ അടുത്ത് ചെന്നാൽ ഇവരെയും പിടിച്ച് ആ തീക്കകത്തിടും. അങ്ങനെ നിയമം ശക്തമായിരുന്നു. വളരെ ദൂരെ നിന്ന് തങ്ങളുടെ വീടുകൾ നശിക്കുന്നത് കാണുമ്പോൾ ഇവർ നേരെ അടുത്ത വിശ്വാസികളുടെ വീടുകളിലേക്ക് പോകും. അടുത്ത ദിവസം ഗവൺമെൻറ് ആ വീടുകളെയും കണ്ടുപിടിക്കും, ഇതുപോലെ നശിപ്പിച്ചു കളയും.
അവസാനം ഇവർക്ക് മാറുവാൻ വീടുകളില്ലാതെ വന്നു, പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്നു. ഇവരുടെ ആരോഗ്യവും ഇവരുടെ സമ്പത്തുമെല്ലാം ഗവൺമെൻറ് കവർന്നെടുക്കുവാൻ തുടങ്ങി. ഇവർ കൊല്ലപ്പെടുവാൻ തുടങ്ങി. ബൈബിളിൽ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ സമ്പത്തുകളുടെ അപഹാരവും അവർ സന്തോഷത്തോടെ സഹിച്ചു. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളത് ഗവൺമെൻറ് പിടിച്ചെടുക്കും. ഇതായിരുന്നു അന്നത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ അവസ്ഥ. പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ സ്വന്തം ദേശം വിട്ട് ഇവർ ചിതറിപ്പോയി. ഇവർക്ക് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാതെ പ്രതിസന്ധികൾ നിമിത്തം ഇവർ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. അതാണ് നമ്മൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു. പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ. ഇവർ പരദേശികളല്ലായിരുന്നു, സ്വന്തം നാടും ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു നിമിത്തം ഇവർ പരദേശികളായി മാറി. ജീവിതമെല്ലാം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയേണ്ടി വന്ന ഒരു സമൂഹം. വീടും നാടും കൂടും വസ്തുവകകളും നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം. പല ഭാഗങ്ങളിൽ ഇവർ ചിതറിപ്പാർക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ടായി. ഞങ്ങളിങ്ങനെ നശിക്കേണ്ടവരാണോ? ഞങ്ങളിങ്ങനെ ഇല്ലാതാകേണ്ടവരാണോ? ഞങ്ങളിങ്ങനെ തകർക്കപ്പെടേണ്ടവരാണോ? ഒത്തിരി ചോദ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉയർന്നപ്പോൾ അനേകർ മാനസികമായി തളർന്നുപോയി, ശാരീരികമായി ക്ഷീണിച്ചു പോയി, ആത്മീകമായി അനേകർ ബലഹീനരായി. അന്ന് ദൈവസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലന്മാർ പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും തുടങ്ങിയുള്ള പ്രഗത്ഭന്മാരാണ് നേതൃത്വം കൊടുക്കുന്നത്. വിശ്വാസികളുടെ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ സഭയെ നയിക്കുന്ന ദൈവദാസന്മാരുടെ മേൽ വന്നു. അങ്ങനെ മാനസികമായി വളരെ ബലഹീനരായി പോയ ഒരു കൂട്ടം വിശ്വാസികളെ മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി, ബലപ്പെടുത്തുവാൻ വേണ്ടി പത്രോസ് എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അദ്ദേഹം അവരോട് സംസാരിച്ച് തുടങ്ങുന്ന ആദ്യത്തെ ഭാഗം 2-ാം വാക്യമാണ്. ആ 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുവാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തോട് അപ്പോസ്തലൻ സംസാരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ കൃപ വർദ്ധിക്കുമാറാകട്ടെ, കൃപ വർദ്ധിക്കുമാറാകട്ടെ. എന്താ ദൈവകൃപയുടെ പ്രത്യേകത? ശൂന്യതകളിലും ദൈവം നമ്മളെ നടത്തും എന്നുള്ളൊരു വിശ്വാസവും ദൈവം നമ്മളെ നടത്തുന്ന വഴികളുമാ കൃപയെന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, രോഗമുള്ളവനെ രോഗമില്ലാത്തതുപോലെ നടത്തുന്ന ദൈവശക്തിയാണ് കൃപ. ബലഹീനനെ ബലമുള്ളവനെ പോലെ നടത്തുന്ന ദൈവശക്തിയുടെ പേരാ ദൈവകൃപ. തളർന്നു പോകുമെന്ന് വിധിക്കുന്നവനെ തളരാതെ നിർത്തുന്ന ദൈവശക്തിയുടെ പേരാ ദൈവത്തിന്റെ കൃപ. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ നേടാൻ പറ്റിയില്ലെങ്കിലും ഉള്ളു തുറന്ന് പറയാം, അങ്ങയുടെ കൃപയാൽ അങ്ങനെ നിറയ്ക്കണമേ, അങ്ങയുടെ കൃപയാൽ അങ്ങനെ നിറയ്ക്കണമേ. അന്നും ഇന്നും എന്നും ക്ഷീണിച്ചു പോകുന്ന ഒരു കൂട്ടം ജനത്തെ ബലപ്പെടുത്തി നിർത്തുന്ന ദൈവശക്തിയുടെ പേരാ ദൈവത്തിന്റെ കൃപ. പത്രോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അവരെ അദ്ദേഹം ചാർജ് ചെയ്യാൻ തുടങ്ങിയ. അതിനുശേഷം നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ എത്ര വിലയേറിയതിനെ കാണുന്നുണ്ടെങ്കിലും അതിലും ശ്രേഷ്ഠമാണ് വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന പരിശോധനകൾ. ഇവിടെ പത്രോസ് പറഞ്ഞതിന്റെ ഒരർത്ഥം എന്താണെന്നറിയാമോ? ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ ഇത്രയുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്: ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. റോമൻ ചക്രവർത്തി നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, റോമൻ ഗവൺമെന്റ് നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ വസ്തുവകകൾ കവരുന്ന പടയാളികൾ നിങ്ങൾ ആരെന്നറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എങ്ങനെയാ പ്രിയമുള്ളവരെ സ്വർഗം നമ്മളെ അറിയുന്നത്? എങ്ങനെയാ നമ്മളെ അറിയുന്നത്? എന്തുകൊണ്ട് എങ്ങനെ അറിയുന്നു? കർത്താവ് എങ്ങനെയാ നമ്മളെ അറിയുന്നത് എന്നുള്ള വിഷയത്തിൽ
ആർക്കെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് അറിയുന്നതെന്ന് ഈ പുസ്തകത്തിൽ നിന്നൊരു ഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. 42-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ആ സംഭവത്തിന്റെ കാതലായ ഭാഗത്ത് നമ്മൾ എത്തും. അവിടെ നമ്മൾ കാണുന്ന ഒരു വസ്തുത, ഒരിക്കൽ യേശു ഒരു യോഗം, ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായ ഫിലിപ്പോസ്, യേശുവിൻ്റെ യോഗമൊക്കെ 3-4 ദിവസമാണ് നടക്കുന്നത്. അത്യാവശ്യമായ ഒരു കാര്യം സാധിക്കാനുള്ളത് കൊണ്ട് അദ്ദേഹം അനുവാദം മേടിച്ച് പട്ടണത്തിലേക്ക് പോയി. തൻ്റെ കാര്യങ്ങൾ സാധിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങി വരുന്ന സമയം തൻ്റെ ഒരു അകന്ന ബന്ധുവോ തൻ്റെ ഒരു സുഹൃത്തോ ആയ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. സഭയിൽ കൂട്ടായ്മയിൽ എങ്ങനെ ആളുകൾ വരുന്നതെന്നും ഈ ഭാഗത്തും നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ഈ സുഹൃത്തിനെ അല്ലെങ്കിൽ തൻ്റെ ഈ സ്വന്തക്കാരനെ കണ്ടപ്പോൾ ഫിലിപ്പോസ് അല്പസമയം അവനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. സംസാരിച്ച് കാര്യങ്ങളൊക്കെ കുശലാന്വേഷണം നടത്തിയതിനു ശേഷം ഫിലിപ്പോസ് നഥനയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറയുന്ന ഒരു വാചകം ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാചകം ഇപ്രകാരമാ: പ്രിയമുള്ളവരെ, ഞാൻ ഒരുവനെ കണ്ടു നഥനയേലേ. ഞാൻ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ പറയുന്ന യേശുവാണ് അവനെന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ നഥനയേലിന്റെ ഒരു ചോദ്യം, അവൻ എവിടുത്തുകാരനാ, എവിടെ നിന്ന് വരുന്നു? ഫിലിപ്പോസിന്റെ മറുപടി അവിടെ തന്നെയുണ്ട്, അവൻ നസ്രയത്തിൽ നിന്ന് വരുന്നു. തെളിഞ്ഞ മുഖം വാടി, ചുറ്റി നെറ്റി ചുളിഞ്ഞു, മുഖം മ്ലാനമായി, ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥ നഥനയേലിനുണ്ടായി. കാരണം നഥനയേലിനെ ദഹിച്ചില്ല വന്ന സ്ഥലത്തിന്റെ പേര്. ദഹിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വന്ന സ്ഥലത്തിന്റെ പേര് നസറേത്ത് എന്നാണ്. ബൈബിൾ ജോഗ്രഫിയിൽ, വേദപുസ്തക ഭൂമിശാസ്ത്രത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് നാസറേത്ത്. നസറേത്തിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ തിന്മയുടെ വാർത്തകളാണ്. കൊള്ളയുടെയും കൊള്ളിവയ്പിൻ്റെയും വാർത്തകൾ, ആക്രമണത്തിൻ്റെ വാർത്തകൾ, പിടിച്ചുപറിയുടെ വാർത്തകൾ, കൊലപാതകത്തിൻ്റെ വാർത്തകൾ, തിന്മയുടെ വാർത്തകൾ എന്ന് പറഞ്ഞാൽ വിപ്ലവത്തിൻ്റെ വാർത്തകൾ, ഇതൊക്കെയാണ് വരുന്നത്. ഗവൺമെൻറ് 2 ബറ്റാലിയൻ പട്ടാളത്തെ 24 മണിക്കൂറും നാസറേത്തിൽ താമസിപ്പിച്ചിരിക്കുക. കാരണം ഒരു വിപ്ലവമുണ്ടായാൽ ആ വിപ്ലവത്തെ അടിച്ചമർത്താൻ, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ വിപ്ലവം പടരാതിരിക്കുവാൻ ഗവൺമെൻറ്റിൻ്റെ ബറ്റാലിയൻ 2 ബറ്റാലിയനെ ഫുൾ ടൈം അവിടെ നിയോഗിച്ചിരിക്കുക. കാരണം നാസറേത്തിൽ നിന്ന് ഒരു നന്മയും ആരും പ്രതീക്ഷിക്കുന്നില്ല. അതായിരുന്നു ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നാസറേത്തിൽ നിന്ന് യേശു ക്രിസ്തു വരുന്നു എന്ന് കേട്ടപ്പോൾ നഥനയേലിന്റെ നെറ്റി ചുളിഞ്ഞു, മുഖം മ്ലാനമായി. എന്നാൽ ഫിലിപ്പോസിന്റെ നിർബന്ധത്തിൽ നഥനയേൽ പോകാൻ തീരുമാനിച്ചു. എന്താ ഫിലിപ്പോസ് പറഞ്ഞത്? നീ വന്നൊന്ന് കാണവനെ, നീ വന്നൊന്ന് കാണ്. നീ മുൻവിധി നടത്താതെ, കേട്ടപ്പോഴെ നെറ്റി ചുളിക്കാതെ, നീ അവന്റെ അടുക്കൽ വന്ന് അവൻ ആരെന്ന് നീ ഒന്ന് തിരിച്ചറിയേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ അടുക്കൽ വന്ന് അവന്റെ സംസാരം നീ ഒന്ന് കേൾക്ക്. അവന്റെ അടുക്കൽ വന്ന് അവൻ പറയുന്ന വാക്കുകൾ നീ ഒന്ന് കേൾക്ക്. നഥനയേൽ ഫിലിപ്പോസിന്റെ കൂടെ യേശു ഇരിക്കുന്ന യോഗസ്ഥലത്ത് ചെന്നു. അതൊരു പക്ഷേ ഒരു ഓപ്പൺ സ്പേസ് ആകാം, അല്ലെങ്കിൽ ഒരു മുറിയാകാം. നഥനയേൽ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഒന്ന് പകച്ചു. കാരണം ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്, എവിടെ ഇരിക്കണമെന്ന് അറിയത്തില്ല. ഫിലിപ്പോസിന് അറിയാം എവിടെ ഇരിക്കണമെന്ന്. അദ്ദേഹം പോയി തൻ്റെ സീറ്റിലിരുന്നു. നഥനയേൽ അവിടെ ഒന്ന് പരിങ്ങി. ഞാൻ വന്നപ്പോൾ എവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ സണ്ണിച്ചാൻ പറഞ്ഞു, അങ്ങോട്ട് പോരെ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൂളായി വന്ന് അവിടെ ഇരുന്നു. നഥനയേലും ഒരു ഇരിപ്പിടത്തിന് വേണ്ടി അവിടെ പരതി നിൽക്കുമ്പോൾ നഥനയേലിനെ കണ്ട യേശു തൻ്റെ പ്രസംഗം നിർത്തി. കാരണം താൻ പ്രസംഗിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു സാക്ഷ്യത്തിന്റെ ഉടമയാ അവിടെ വന്നതെന്ന് യേശു മനസ്സിലാക്കി. ഹല്ലേലൂയ. യേശു തന്റെ പ്രസംഗം നിർത്തിയതിന് ശേഷം ആ ചെറുപ്പക്കാരന്റെ നേരെ വിരൽ ചൂണ്ടിയത് നമുക്കവിടെ കാണാം. യേശു എന്താണ് അവിടെ പറഞ്ഞത്? ഈ ജനത്തോട് പറയുക, ഇതാ വരുന്നു സാക്ഷാൽ ഇസ്രായേലിയൻ, ഞാനിവനിൽ കപടം കാണുന്നില്ല. ജനമെല്ലാം സ്തബ്ധരായി. യേശു ക്രിസ്തു പറയുന്ന സാക്ഷ്യം എത്ര മഹത്തരം! ഇവൻ ആരെന്നെല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവൻ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു അവിടെ വെച്ച്. എന്താ? നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, പിന്നെ നീ എങ്ങനെ എന്നെ കുറിച്ച് അറിയും? ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, പിന്നെ നീ എങ്ങനെ എന്നെ കുറിച്ച് അറിയും? യേശു ക്രിസ്തുവിന്റെ മറുപടി,
ഞാൻ നിന്നെ അറിയുന്നത് ഫിലിപ്പോസ് നിന്നെ റോഡ് സൈഡിൽ വെച്ച് വിളിച്ചപ്പോൾ അല്ല, നീ അത്തിയുടെ ചുവട്ടിലിരുന്ന് ന്യായപ്രമാണത്തിന്റെ താളുകൾ മറിച്ച് എന്നെ കുറിച്ച് അന്വേഷിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ട ദൈവമാ. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രിയമുള്ളവരെ, 2 പദങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇംഗ്ലീഷിലുള്ള 2 പദങ്ങൾ. അതിൽ ഒന്നാമത്തെ പദം ആക്സിഡന്റൽ എന്നൊരു പദമാ, യാദൃച്ഛിക. രണ്ടാമത്തെ പദം ഇമ്പോസിബിൾ എന്നുള്ള പദമാണ്. ആക്സിഡന്റ്, പെട്ടെന്ന് സംഭവിക്കുന്നതിനെ നമ്മൾ ആക്സിഡന്റ് വിളിക്കുന്നു. ബൈബിളിൽ അങ്ങനെ ഒരു പദമില്ല. ബൈബിളിൽ അങ്ങനെ ഒരു പദം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നമുക്ക് ചിലത് ആക്സിഡന്റിൽ നിന്ന് തോന്നിയാലും നമ്മുടെ ദൈവം അത് അറിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പദം ഈ പുസ്തകത്തിൽ ഇല്ല പ്രിയമുള്ളവരെ. എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര കാര്യങ്ങൾ പോലും, എന്തിനേറെ പറയുന്നു, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചീപ്പെടുത്ത് നമ്മുടെ മുടിയൊന്ന് ചെയ്യുകയായിരുന്നു. മുടി കൊഴിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര നമുക്കറിയത്തില്ല. നമ്മളാരും ചീപ്പെടുത്ത് ഇന്നുച്ചയ്ക്ക് എത്ര മുടി പോയെന്ന് എണ്ണി നോക്കിയിട്ടില്ല. എന്നാൽ മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നു, ഞാൻ അത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ പേരിന്റെ നേരെ അത് വെച്ചിട്ടുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ബൈബിളിൽ യേശു പറയുക, മുടിയുടെ എണ്ണം കുറയുന്നത് പോലും അവൻ രേഖപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃശികമല്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഒന്ന് ഉറപ്പിക്ക്, എന്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ പദം അസാധ്യം എന്നുള്ളൊരു പദമാ, ഇമ്പോസിബിൾ എന്നുള്ള പദം. അങ്ങനെ ഒരു പദം ഈ പുസ്തകത്തിൽ ഇല്ല. കാരണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഫ്രാൻസിന്റെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ ആപ്തവാചകമായിരുന്നു, മനുഷ്യരാൽ അസാധ്യമായി ഒന്നുമില്ല. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു യുദ്ധത്തിൽ ഇംഗ്ലണ്ടിന്റെ ഒരു പ്രഭു അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. ചക്രവർത്തി ആയതുകൊണ്ട് കൊല്ലാതെ നാടുകടത്തി, ഒരു ദ്വീപിലേക്ക് നാടുകടത്തി. സെന്റ് ഹെലീന ദ്വീപിൽ രാജ്യവും അധികാരവും പദവികളും നഷ്ടപ്പെട്ട് ഒരു പാറപ്പുറത്ത് അദ്ദേഹം മലന്ന് കിടക്കുമ്പോൾ, മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമെന്ന മനുഷ്യൻ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം രണ്ടാമത് ആ വാചകം തിരുത്തി, മനുഷ്യർക്ക് അസാധ്യമായി ഒത്തിരിയുണ്ട്. എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്ക്, നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ, വിശ്വസിച്ചാട്ടെ, എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ കപ്പാസിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മൾ കണ്ട ഡോക്ടേഴ്സ് ഒക്കെ ഡെഫിനിറ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ശ്രമിക്കാമെന്നും നോക്കാമെന്നും പറയും. അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ വീണ്ടും അടുത്ത ടെസ്റ്റുകൾക്ക് വിധിക്കും. നോക്കാമെന്ന് പറയും, മരുന്നുകൾക്ക് വിധിക്കും. ഇവിടെ നമ്മൾ കണ്ട മിടുക്കന്മാരായ ഡോക്ടേഴ്സ് ആരും ഇതുവരെ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടില്ല. പ്രതിസന്ധികളും വെല്ലുവിളികളും വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വക്കീലന്മാരാരും നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ചോദിച്ചവരും കണ്ടവരും അറിഞ്ഞവരും ഒക്കെ നോക്കാം, ശ്രമിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ തീർത്തു തരാമെന്ന് പറഞ്ഞവൻ, ഇന്ന് പകൽ തീർത്തു തരാമെന്ന് പറഞ്ഞവൻ, അവന്റെ മാത്രം പ്രത്യേകതയാ, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ചില അവിശ്വാസത്തിന്റെ ചിന്തകൾ തുടച്ചു മാറ്റപ്പെടട്ടെ, ചില ആകുല ചിന്തകൾ തുടച്ചു മാറ്റപ്പെടട്ടെ. ഇന്ന് പകൽ ദൈവവിശ്വാസം നമ്മളിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഥനയേലിനെ സംബന്ധിച്ചിടത്തോളം കണ്ട കാഴ്ച, ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്ത നാസറേത്തിൽ നിന്ന് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന പ്രകാശത്തിന്റെ ഉറവിടം, ഉദയസൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് നഥനയേൽ കണ്ടു. ആ പരിശുദ്ധാത്മാവ് അവനെ വിവേചിച്ചു. എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ നിന്നെ കണ്ടതുകൊണ്ടല്ല നീ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ നിന്നെ കണ്ടതുകൊണ്ടാ. അതാ നഥനയേലിന്റെ പേരെടുത്ത് പറഞ്ഞു, നഥനയേൽ നിന്നെ കണ്ടു വിളിച്ചത് കൊണ്ടല്ല, ഞാൻ നിന്നെ കണ്ടതുകൊണ്ട്. നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിലേക്ക് ദൈവം ഒരു സ്പേസ് ഒരുക്കി തന്നതാ, ഒരു സ്പേസ് ഒരുക്കി തന്നതാ, ഇല്ലേ? ഒരു സ്പേസ് ഒരുക്കി. അതിന്റെ അർത്ഥം എന്നറിയാമോ? നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട്, അത് നമുക്ക് നൽകിയ ഒരു സ്പേസാ. രണ്ടാമത്തെ സ്പേസ്, നമ്മളെ പോലെ വേറെ ഒരാളില്ല. അത് ട്വിൻസ് ആണെങ്കിൽ പോലും
എന്തെങ്കിലുമൊക്കെ സ്വന്തം മാതാവിനെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സൃഷ്ടിപ്പ് മുഴുവൻ. ഒരു സൃഷ്ടിയും ഒരുപോലെയല്ല. ഇത്രയധികം മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം ഒരു സ്പേസ് സ്വർഗം ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. ആ സ്പേസിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇന്നുച്ച കഴിഞ്ഞ് ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഈ അവസരം. സ്വർഗം നമുക്ക് ഒരുക്കി തന്ന സ്പേസുകളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ ആരും മറന്നു പോകരുത്. അതുകൊണ്ട് യാദൃശ്ചിക നമ്മൾ വന്നതല്ല. റോഡിൽ നടന്നു പോയപ്പോൾ ഒത്തിരി കസേര ഒഴിഞ്ഞു കിടക്കുന്നു, അതുകൊണ്ട് കയറിയിരിക്കുന്നു പറഞ്ഞ് വിളിച്ചവരല്ല നമ്മൾ ആരും. നദനയേലിനെ കണ്ടതുപോലെ കാലാകാലങ്ങളിൽ അവൻ വിളിച്ച് ചേർത്തവരുടെ കൂട്ടമാ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ തെളിവാണ്, നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹം ഒരിക്കൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ ഇപ്രകാരം പറഞ്ഞു: ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് എന്റെ കർത്താവ് എന്നെ കണ്ടു. വെളിപ്പാടുകളുടെ ആധിക്യം തന്റെ മേൽ ശക്തമായി ഉണ്ടായപ്പോൾ ആദ്യത്തെ പ്രസ്താവനയെ അദ്ദേഹം തിരുത്തി രണ്ടാമത് പറഞ്ഞ വാചകം നമുക്ക് എല്ലാവർക്കും അറിയാം: എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോഴേ അവൻ എന്നെ കണ്ട ദൈവമാണ്. വെളിപ്പാടുകളുടെ ആധിക്യം ധാരാളമായി തന്റെ മേലുണ്ടായപ്പോൾ മൂന്നാമത് അദ്ദേഹം വീണ്ടും പ്രസ്താവന തിരുത്തി. ആ പ്രസ്താവന എന്താണ്? ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ എന്നെ കണ്ട ദൈവമാണ്. 2024 ആണ്ട് ഡിസംബർ മാസം 20 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഇവിടെ ആരവനെ ആരാധിക്കണമെന്ന് ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ തീരുമാനിച്ച ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആരും വിചാരിക്കരുത് യാദൃശ്ചിക ഞാൻ ഇവിടെ വന്നെന്ന്, ആക്സിഡന്റലായിട്ട് വന്നെന്ന് വിചാരിക്കരുത്. പ്രിയമുള്ളവരെ, അവന് നമ്മളെ കുറിച്ചൊരു നിർണയമുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്: നടക്കേണ്ടുന്ന വഴി അവൻ നമുക്ക് കാണിച്ചു തരും. ആ വഴിയുടെ ശ്രേഷ്ഠമേറിയ ഒരു യാത്രയാ ഇന്ന് പകൽ ഇവിടെ ഇരുന്നുള്ള നമ്മുടെ സ്തുതിയും ആരാധനയും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നിട്ട് അബദ്ധം പറ്റിയവരെ പോലെ ഇരുന്നിട്ടാരും എഴുന്നേറ്റ് പോകരുത്. എങ്ങനെയോ വന്നു എന്നുള്ള ചിന്താഗതിയോടെ ഇരുന്നിട്ട് പോകരുത്. ഞാനൊരു കാര്യം അങ്ങ് തുറന്നു പറയാം: ദൈവസന്നിധിയിൽ വന്നുവെങ്കിൽ ദൈവസന്നിധിയോട് നമ്മൾ ഇഴുകിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. യോഗം കഴിഞ്ഞു പോകുമ്പോൾ ഒരു തൃപ്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്താ തൃപ്തി? എന്റെ കർത്താവ് എന്നിൽ പ്രസാദിച്ചു, എന്റെ ദൈവം എന്നിൽ പ്രസാദിച്ചു. ഇന്ന് പകൽ ഒരു തൃപ്തിയോടെ നമ്മൾ മടങ്ങണം. ആ തൃപ്തി വേണമെങ്കിൽ വെറുതെക്കാരെ പോലെ ഇരുന്നിട്ട് പോയാൽ നേടത്തില്ല. ദൈവസന്നിധിയിൽ ഗാനങ്ങൾ പാടുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ ഒരാത്മ സന്തോഷം നമ്മുടെ മേൽ വ്യാപരിച്ചേ മതിയാകൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ കർത്താവ് നമ്മളെ എല്ലാവരെയും അറിയുന്നുണ്ട്. ഈ യോഗത്തിൽ വന്നിരിക്കുന്ന നമ്മളെ എല്ലാവരെയും കർത്താവ് അറിയുന്നുണ്ട്. ദൈവം അറിയാത്തവരാരും ഇന്ന് പകൽ ഇവിടെ ഇല്ല. നഥനയേലിനെ അറിഞ്ഞത് എത്രയോ നാളുകൾക്ക് മുമ്പേ. ന്യായപ്രമാണത്തിന്റെ താളുകൾ അവൻ മറിച്ച് നോക്കുമ്പോഴേ സ്വർഗം അവനെ കുറിച്ച് തീരുമാനിച്ചു: നീ എനിക്ക് ഉള്ളവൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തീരുമാനിച്ച തീരുമാനത്തിന്റെ വെളിച്ചത്തിലാ ഇന്ന് പകൽ നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് സ്വർഗം ഒരുക്കി തന്ന ഒരു സ്പേസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് മറ്റാരും എടുക്കത്തില്ല. നമ്മുടെ സ്ഥാനം ആരും അപഹരിക്കത്തില്ല. വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ടെ. അത് ഈ ദിവസങ്ങളിൽ നമുക്ക് അതുകൊണ്ട് നമ്മളിലുള്ള ദൈവകൃപയെ നമുക്ക് ജ്വലിപ്പിക്കണം. ആത്മശക്തിയെ നമ്മൾ ജ്വലിപ്പിക്കണം. ഉണർവും വീര്യവുമുള്ളവരായിരിക്കണം. വിശ്വാസത്തോട് വീര്യം വർദ്ധിക്കണം. ആരാധനയിൽ ധൈര്യമുണ്ടാകണം. അഭിഷേകത്തിന്റെ പുതുക്കമുണ്ടാകണം. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു സാധാരണ അനുഭവമല്ല, ദൈവശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എല്ലാവരെയും അറിയുന്നു. ഇനി ആർക്കും ആ സംശയം വേണ്ട.
എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന് എന്നെ ഓർക്കുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഞാൻ കരയുന്നത് കാണുന്നുണ്ടോ? ഒരു സംശയവും വേണ്ട. നമ്മളെ എല്ലാവരെയും അറിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കായി ഒരു സ്പേസ് ഒരുക്കിയതല്ലേ, പിന്നെ അവൻ നമ്മളെ ഓർക്കാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. രണ്ടാമതൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. എങ്ങനെയുള്ളവരെയാ കർത്താവ് അറിയുന്നത്? അറിയുന്നു. എങ്ങനെയുള്ളവരെയാ അറിയുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗത്തുണ്ട്. മറ്റെങ്ങുമല്ല. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നോക്കിയാൽ മതി. എന്താ? ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകന്നവനായിരുന്നു. എന്ത് സിമ്പിളാ ദൈവം നമ്മളെ അറിയുന്നതിന്റെ വഴികൾ. പറഞ്ഞില്ല, അവൻ ലോകപ്രസിദ്ധ പ്രസംഗകനായിരുന്നു, പുസ്തകം എഴുത്തുകാരനായിരുന്നു, അനേക ഇടങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുള്ളവനായിരുന്നു, ലോകം അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനൊരു കാര്യം തുറന്നു പറയാം. നമ്മൾ എന്താകുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ എന്താണ് എന്നുള്ളതാ കർത്താവിന് വിഷയം. നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ എന്താണെന്നുള്ളതാ കർത്താവിന് വിഷയം. ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ തൊട്ട് പറയാം. അബ്രഹാമിന്റെ സമകാലികനായിരുന്നു. അബ്രഹാമിനേക്കാൾ ധനവാനായിരുന്നു എന്ന എക്സ്ട്രാ ബിബ്ലിക്കൽ കമന്ററികൾ പറയുന്നത്. അബ്രഹാമിനേക്കാൾ വെൽത്ത് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് പണ്ട് കാലത്ത് നടത്തിയ ചില ഖനനങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിയ ചില സാധനങ്ങളിൽ ചില നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ നാണയങ്ങളിൽ എബ്രായ ഭാഷയിൽ ജോബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹീബ്രു ലാംഗ്വേജ് ജോബ്. അതിനർത്ഥം എന്തെന്നറിയാമോ? ദേശത്തെ വെൽത്ത്, അതിൻ്റെ മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ്. വെൽത്ത് ഹോൾഡ് ചെയ്യുക. അങ്ങനെ വെൽത്ത് അദ്ദേഹം മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് സ്വന്തമായി തൻ്റെ ആസ്തിയുടെ വകവെച്ച് നാണയങ്ങൾ പുറപ്പെടുവിക്കുവാൻ അധികാരവും കഴിവുമുള്ള വ്യക്തിയായിരുന്നു ഇയ്യോബ്. ശ്രദ്ധിക്കണേ, അദ്ദേഹത്തിന് അത്രയ്ക്ക് ദേശത്ത് സ്വാധീനവും മാന്യനുമായിരുന്നു. പക്ഷെ ദൈവം അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ദൈവത്തിന് അതൊരു വിഷയമല്ലായിരുന്നു. നമ്മളായിരുന്നേ അതൊക്കെ പരിഗണിച്ചേനേയും. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. നീ ആരായിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നീ എന്താണെന്നുള്ളതാ ദൈവത്തിന് വിഷയം. ദൈവം നോക്കിയപ്പോൾ നീ ആരെന്നുള്ളതിനേക്കാൾ നീ നിഷ്കളങ്കനാണോ, ദൈവഭക്തനാണോ, ദോഷം വിട്ടകന്നവനാണോ, നേരുള്ളവനാണോ? എന്ത് സിമ്പിളായിട്ടാണ് കർത്താവ് സ്ക്രീൻ ചെയ്യുന്നത്. തൻ്റെ സ്ക്രീനിങ്ങിൽ ദൈവത്തിന് ഇതൊക്കെ അറിഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. വളരെ സിമ്പിളാ. ദൈവം നോക്കിയപ്പോൾ അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യോഗ്യനായിരുന്നു. ദൈവം അവനെ അങ്ങ് ആദരിച്ചു, മാനിച്ചു, പ്രിയനാക്കി മാറ്റി. എന്നാൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഏറ്റവും അധികം പരിശോധനകളിൽ കൂടി കടന്നുപോയ ഒരു ഭക്തനും ഇയ്യോബ് തന്നെയായിരുന്നു. ദൈവം ഏറ്റവും അടുത്തറിയുന്ന വ്യക്തിയാണെങ്കിൽ പോലും ജീവിതത്തിൽ സഹിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൂടി ഈ മനുഷ്യൻ കടന്നു പോകേണ്ടി വന്നു. ഞാനങ്ങ് ഓടിച്ചു പറയാം. അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകിത്തീർന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ആർക്കും അടുത്ത് വരുവാൻ കഴിയാത്ത വിധത്തിൽ മഹാദുർഗന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. വീടിനുള്ളിൽ നിന്ന് ചാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കിടപ്പ് മാറി. കാരണം ശരീരം അഴുകി പോകുക, അട്ടുപോകുക, വീടിനകത്ത് പറ്റത്തില്ല. ചാരത്തിൽ കിടക്കുകയാണ് അദ്ദേഹം. ചാരത്തിൽ അദ്ദേഹം കിടക്കുമ്പോൾ ഒരിക്കലും തന്നെ വിട്ടുപോകത്തില്ലെന്ന് താൻ വിചാരിച്ച തൻ്റെ ഭാര്യ തൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ കുറ്റം പറയത്തില്ല. അവൾ സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ചു. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അവൾ ഇയ്യോബിനോട് പറഞ്ഞ വാചകം നമുക്കറിയാം. അങ്ങയോട് ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് പോയി ചത്തുകള, അങ്ങ് ജീവിച്ചിരിക്കണ്ട. കാരണം ശരീരം തീരുക. ജീവിച്ചിരുന്നാലും നാളെ സെപ്റ്റിക് വല്ലതും വന്ന് അങ്ങ് മരിച്ചു പോകും. കാരണം ശരീരം ചാരത്തിനകത്ത് കുഴഞ്ഞു കിടക്കുക, ഈ വ്രണങ്ങളിൽ നിന്ന് പഴുപ്പൊഴുകുക. വേണ്ട, അങ്ങനെയും ജീവിച്ചിരിക്കണ്ട. പക്ഷെ അങ്ങ് ചാകുന്നതിന് മുമ്പ് അങ്ങൊരു കാര്യം ചെയ്യണേ, ആ ദൈവത്തെ അങ്ങ് തള്ളി പറയണം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തിനാ നമ്മളെ ഇത്രയും വേദനിപ്പിച്ചത്? എന്തിനാ നമ്മളെ ഇത്രയും കഷ്ടപ്പെടുത്തിയത്? എന്തിനാ നമ്മളെ ഇത്രയും തകർത്ത് കളഞ്ഞത്? നമ്മൾ ദൈവത്തിന് ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. ദൈവത്തിന് വേണ്ടിയല്ലേ അങ്ങ് നിന്നത്? പിന്നെ എന്തിനങ്ങ് ഇത്രമാത്രം തകർച്ചയും വേദനയും അനുഭവിക്കുന്നു? ചാരത്തിൽ കിടന്നുകൊണ്ട് ആത്മഹത്യയുടെ ആത്മാവ് തൻ്റെ മേൽ കുത്തിവയ്ക്കപ്പെട്ട് ജീവിതം പോലും വെറുത്തു പോകേണ്ടുന്ന ഒരു ചിന്ത തൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തൻ്റെ ഭാര്യയുടെ നേരെ നോക്കി ഇയ്യോബ് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താ? കഴിഞ്ഞ 6 മഹാകഷ്ടങ്ങളിൽ അവൻ നമ്മളെ പിടിച്ചു നിർത്തിയ ദൈവമാണെങ്കിൽ 7ാമത്തതിലും അവൻ നമ്മളെ നടത്തും. ഹല്ലേലൂയ.
ഇന്ന് രാവിലെ, ഇന്ന് വൈകിയ സമയം പല പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. യോബ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതിലും വലുതും ഭയങ്കരവുമായ 6 പ്രതിസന്ധികളിൽ സ്വർഗം നമ്മളെ താങ്ങി നിർത്തിയെങ്കിൽ, ഇപ്പോൾ വന്ന ഒരു പ്രതിസന്ധിയുടെ പേരിൽ മറന്നു കളയാനുള്ളതല്ല ദൈവവുമായുള്ള ബന്ധം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ച സമയത്ത് നടന്നില്ലെന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെക്കാനുള്ളതല്ല കർത്താവുമായുള്ള ബന്ധം. ഞാൻ തുറന്നു പറയാം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നേർവഴി വന്നില്ലെങ്കിലും ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാം, ശബ്ദമുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പ്രിയമുള്ളവരോട് തുറന്നു പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം നമ്മളെ നടത്തിയ വഴികളല്ല. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ വീടോ, നമ്മുടെ കാറോ, നമ്മുടെ ജോലിയോ, നമ്മുടെ സമ്പത്തോ അല്ല ദൈവാനുഗ്രഹം. ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ് തൃപ്തി അടയരുത്. അത് ദൈവം നടത്തിയ വഴികൾ മാത്രമാ. അനുഗ്രഹം കർത്താവുമായുള്ള ബന്ധമാ. കർത്താവുമായുള്ള ബന്ധമാ. അനുഗ്രഹം കർത്താവുമായുള്ള ബന്ധമാ. അതുകൊണ്ട് ഒരു സമയത്ത് ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നാലും നമ്മൾ പതറത്തില്ല. കാരണം വിശ്വാസമുണ്ട്, എന്നെ എങ്ങനെ നടത്തണമെന്നറിയാവുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഒരു ശൂന്യത വന്നാലും പതറരുതേ, നടത്താൻ അറിയാവുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. ഒരു ഇല്ലായ്മ വന്നാലും ക്ഷീണിക്കരുതേ, നടത്താൻ അറിയാവുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നടത്തിയ വിധങ്ങളെക്കാൾ ആ ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ബാക്കിയെല്ലാം ദാനമാ. ദാനത്തെക്കാൾ വലുത് ദാനം തന്ന ദൈവമാ. അതാണ് ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം തന്റെ ഭാര്യയെ തിരുത്തി 6 വലിയതിൽ നിന്ന് വിടുവിച്ചവൻ 7ാമത്തേതിൽ വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും നമ്മൾ അവനെ മറക്കരുത്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ആരാധന വെളിപ്പെട്ട സ്ഥലം ഒരുപക്ഷെ അച്ചാരമായിരിക്കാം. ഈ ഭൂമിയിൽ ബൈബിളിൽ ഏറ്റവും ശക്തമായ ആരാധന വെളിപ്പെട്ട സ്ഥലം ഏതാണെന്നറിയാമോ? ബൈബിളിൽ ഏറ്റവും ശക്തമായ ആരാധന വെളിപ്പെട്ട സ്ഥലം പെന്തക്കോസ്ത് നാളിലോ ആണോ? മിരിയാമിന്റെ നേതൃത്വത്തിൽ 40 ലക്ഷം മരുഭൂമിയിൽ ആരാധിച്ചതാണോ? മർക്കോസും ശീലാസും പൗലോസും കാരാഗൃഹത്തിൽ ആരാധിച്ചതാണോ? അല്ല. ഈ പുസ്തകത്തിൽ ഏറ്റവും ശക്തമായ ആരാധന വെളിപ്പെട്ട സ്ഥലം അത് മറ്റെങ്ങുമല്ല, നെബൂഖദ്നേസറിന്റെ മുന്നിൽ 3 ബാലന്മാർ അവനെ ആരാധിച്ച ആരാധനയാണ്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാമല്ലോ. നെബൂഖദ്നേസർ ബിംബത്തെ ഉണ്ടാക്കി ആരാധിക്കാൻ പറഞ്ഞു. ആ 3 പേരും പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും ആരാധിക്കത്തില്ല, ഞങ്ങൾ ആരാധിക്കത്തില്ല. അടുത്ത നടപടി, ആരാധിച്ചില്ലെങ്കിൽ തീച്ചൂളയിൽ എറിയും. ആ തീച്ചൂള ഒരു സാധാരണ തീച്ചൂളയല്ല. എന്താ തീച്ചൂളയുടെ പ്രത്യേകത? 7 ഇരട്ടി. അതിൻ്റെ അർത്ഥം കെമിക്കൽ അപ്ലൈ ചെയ്ത തീയാണെന്നാ. കെമിക്കൽ അപ്ലൈ ചെയ്തു. പേപ്പർ കത്തുന്ന തീക്ക് ശക്തി വേറെ, വിറക് കത്തുന്ന തീക്ക് ശക്തി വേറെ, മണ്ണെണ്ണയും പെട്രോളും കത്തുന്ന തീക്ക് ശക്തി വേറെ, ഗ്യാസ് കത്തുന്ന തീക്ക് ശക്തി വേറെ. തീയുടെ ശക്തി ആ കെമിക്കലിനോ അല്ലെങ്കിൽ പദാർത്ഥത്തെ ഊന്നിയാണ് ശക്തി ഉണ്ടാകുന്നത്. ഇവിടെ 7 ഇരട്ടി ചൂട് കൂട്ടുക എന്ന് പറഞ്ഞാൽ വിറക് ഇരട്ടിയിടുക എന്നുള്ളതല്ല. കെമിക്കൽ അപ്ലൈ ചെയ്തു, രാസവസ്തുക്കൾ അപ്ലൈ ചെയ്തു. അതിൻ്റെ അർത്ഥം അതിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പേ അസ്ഥി വരെ കത്തിത്തീരും. ഇതാണ് ആ തീയുടെ ശക്തി. ഇവരുടെ മുന്നിൽ വെച്ച് കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് പൊടി പോലും വെച്ചേക്കത്തില്ലെന്ന് നെബൂഖദ്നേസർ പറഞ്ഞു. രക്ഷപ്പെടണമെങ്കിൽ ബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞു. ആ 3 ബാലന്മാർ എരിയുന്ന തീച്ചൂളുടെ കരയിൽ നിന്നുകൊണ്ട് ആരാധിച്ച ഒരാരാധന, അത്രയും ശക്തമായ ഒരാരാധന പിന്നെ ഉയർന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇവർ 3 പേരും നെബൂഖദ്നേസറിന്റെ മുന്നിലും അന്യദൈവ ശക്തിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാം. എന്താ പറഞ്ഞ പ്രസ്താവന? നെബൂഖദ്നേസറേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അടുത്ത ചിന്ത, ഇനി വിടുവിക്കാനല്ല ദൈവത്തിന്റെ ഹിതമെങ്കിലോ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമം ഇവിടെ ആക്ഷേപിക്കപ്പെടരുത്. അടുത്ത വാചകം, അഥവാ ഇനി ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അതാണ് ധൈര്യത്തിലുള്ള ആരാധന. അതാ, നീ ഞങ്ങളെ വിടുവിക്കും, അഥവാ ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ. അതാണ് ശരിക്കുണ്ടായ ഒരു ആരാധന. ഈ ഭൂമിയിൽ ഏറ്റവും ശക്തമായ ആരാധന. അപ്പുറത്ത് നെബൂഖദ്നേസർ, ഇപ്പുറത്ത് അന്യദൈവം. അപ്പുറത്തെറിയാനുള്ള തീച്ചൂള, കെമിക്കൽ അപ്ലൈ ചെയ്ത തീ,
ഇതിന്റെ മധ്യത്തിൽ 3 ചെറുപ്പക്കാർ നിന്ന് പറയുക, ഞങ്ങളുടെ ദൈവം മാത്രമാ. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു ദൈവത്തെ ഞങ്ങൾ സേവിക്കത്തില്ല. ഇതാണ് ആരാധന. ഇന്ന് പകൽ ഓർത്തുകൊള്ളുക പ്രിയമുള്ളവരെ, സാഹചര്യ സമ്മർദ്ദങ്ങളുടെ പേരിൽ മറക്കാനുള്ളതല്ല കർത്താവുമായുള്ള ബന്ധം. വെല്ലുവിളികളുടെ മുന്നിൽ മുറിച്ചു കളയാനുള്ള ബന്ധമല്ല സ്വർഗവും നമ്മളും തമ്മിലുള്ള ബന്ധം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച വിളിയുടെ ശ്രേഷ്ഠത ഇന്ന് പകൽ ഒന്നുകൂടി തിരിച്ചറിഞ്ഞ് ഒരു ശക്തമായ ആത്മീക മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുക്കപ്പെടുന്ന ഒരു പകലായി ഈ പകൽ തീരണം. ചാരത്തിൽ കിടന്നുകൊണ്ടുള്ള ഇയ്യോബിന്റെ 2ാമത്തെ പ്രസ്താവന, എൻ്റെ പ്രിയൻ അവൻ പൊടിമേൽ നിൽന്നവനാ, നിൽക്കാൻ കഴിയുള്ളവനാ. എൻ്റെ പ്രിയൻ പൊടിമേൽ നിൽക്കുമെങ്കിൽ എന്നെയും അവൻ പൊടിമേൽ നിർത്തും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ചാരത്തിൽ കിടക്കുക. ചാരം വളരെ മൈന്യൂട്ടാ. മണൽത്തരികളെ നമുക്ക് ലെൻസ് വെച്ച് നോക്കിയാൽ വലുപ്പം അറിയാം. എന്നാൽ ചാരം പൊടിഞ്ഞാൽ ലെൻസിന് പോലും കിട്ടത്തില്ല. അത്രയ്ക്ക് മൈന്യൂട്ടാണ് അതിൻ്റെ ആ പൊടിഞ്ഞ അനുഭവം. ഇവിടെ ഇയ്യോബ് പറയുകയാണ്, ഈ പൊടിമേൽ നിൽക്കാൻ കഴിവുള്ള ഒരുത്തനേ ഉള്ളൂ, അതെന്റെ ദൈവമാ. ശൂന്യതകളിൽ അവൻ നിൽക്കുന്ന ദൈവമാ. ഇല്ലായ്മയിൽ അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാ. അങ്ങനെ ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ, അവൻ ഈ പൊടിമേൽ നിൽക്കാൻ കഴിവുള്ളവനെങ്കിൽ എന്നെയും പൊടിമേൽ നിർത്താൻ എന്റെ ദൈവം മതിയായവൻ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും പാറപ്പുറത്തല്ല നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് പൊടിമേലാ. ഒരു സംശയവും വേണ്ട. നമ്മളൊക്കെ നിൽക്കുന്നത് പൊടിമേല. എത്രയോ പേർ തകർന്ന മണ്ഡലത്തിൽ കൂടിയാണ് നമ്മൾ വാഹനങ്ങളിൽ പോകുന്നത്. എത്രയോ പേർ ജീവിതം വേണ്ടെന്ന് വിചാരിച്ച മണ്ണിലാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. മാരക രോഗങ്ങൾ തകർത്തെറിഞ്ഞൊരു മണ്ണിലല്ലേ ജീവനോടെ ഇരിക്കുന്നത്. കോവിഡിന്റെ വിന നമ്മൾ എല്ലാവരും അറിഞ്ഞതാ. 1.5 വർഷം കൊണ്ട് 2 കോടിയാ കോവിഡ് തുടച്ചു മാറ്റിയത്. 1-2 ലക്ഷത്തെയല്ല. ചെറുപ്പക്കാർ, ലങ്സിന് ഇലാസ്റ്റികതയുള്ളവർ, ഹാർട്ടിന് ശക്തിയുള്ളവർ, ഇമ്മ്യൂൺ പവർ കൂടുതലുള്ള നമ്മളെപ്പോലെയുള്ള 2 കോടിയെ തുടച്ചു മാറ്റിയ മണ്ണില ഇന്ന് പകലും ജീവനോടെ ഇരിക്കുന്നത്. ഈ ഭൂമിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തു നമ്മുടെ ശരീരമാണ്. ഞാനത് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു. തലമുടി നാരിഴ പോലെയുള്ള നാഡീവ്യൂഹങ്ങൾ നിറഞ്ഞ ഈ ശരീരത്തിൽ ഒരു തലമുടി നാരിയുടെ വലിപ്പമുള്ള ഒരു നാഡീവ്യൂഹത്തിന് താളം തെറ്റിയാൽ താളം തെറ്റുന്ന ജീവിതമാണ് നമ്മുടെ ഈ ശരീരം. ഇതാണ് ആകാശത്തൂടി പറക്കുന്ന വിമാനമോ കടലിൽ കൂടി സഞ്ചരിക്കുന്ന കപ്പലോ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലും ഒന്നുമല്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏക വസ്തു നമ്മുടെ ശരീരം മാത്രമാണ്. ഹല്ലേലൂയ. കോവിഡിനെ അതിജീവിച്ചു നമ്മൾ ഇവിടെ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുക. ഒരു കാര്യം ഓർത്തോണേ, നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്ത നന്മകളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. എന്നെ അവൻ പൊടിമേൽ നിർത്തും, കാരണം അവൻ പൊടിമേൽ നിൽക്കാൻ കഴിവുള്ളവനാ. ഇന്ന് പകൽ ഓർത്തുകൊള്ളുക, ശൂന്യതകളിൽ അത്ഭുതം ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമെങ്കിൽ നാളെയും ചില വെല്ലുവിളികളുടെ മുന്നിൽ നമ്മളെ നിർത്താൻ അവൻ കഴിവുള്ള ദൈവമാണ്. വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് സംസാരിക്കുന്നു. ചാരത്തിൽ കിടന്നുകൊണ്ടിരുന്ന 3ാമത്തെ കാഴ്ച ബൈബിളിൽ അത് വളരെ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. ചാരത്തിൽ കിടന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക. ചാരത്തിൽ അഴുകിച്ചേരുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അന്യ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ കർത്താവിനെ കാണും. ചാരത്തിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് ദർശനം കണ്ട ഭക്തന്റെ പേരാ ഇയ്യോബ്. യേശു മടങ്ങി വരും. ഞാൻ മരിച്ചു മൺമറഞ്ഞാലും കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അഴുകാത്ത ശരീരത്തോടെ, തേജസ്സിന്റെ ശരീരത്തോടെ ഞാൻ എന്റെ കർത്താവിനെ കാണും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഭക്തന്റെ പേരാ ഇയ്യോബ്. അവന്റെ ജീവിതം അത്രയ്ക്ക് ശ്രേഷ്ഠമായിരുന്നു. ശൂന്യതകൾ മാത്രം വന്ന് ഭവിച്ച ഒരു ശരീരം, ജീവിതം. ഇവിടെയാണ് തന്റെ പ്രസ്താവനകളിൽ കൂടി കർത്താവിൽ വിശ്വസിച്ച് താൻ ജയം നേടിയത്. ഇബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഒരു വാക്യം പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എന്തോ കേട്ടതാ? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശക്തി. കപ്പൽ വലിപ്പമുള്ളതാണെങ്കിലും എഞ്ചിൻ നിന്ന് പോയാൽ വലിപ്പം ഗുണം ചെയ്യത്തില്ല. ചെറിയ ഓളത്തിൽ പോലും കപ്പൽ ആടിപ്പോകും. പിന്നെ കപ്പലിനെ നിയന്ത്രിക്കുന്നത് വെള്ളമാ.
വലിപ്പം ഭയങ്കരമാണെങ്കിലും ആ വെള്ളത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ നിയന്ത്രണം വിടും. കാരണം എഞ്ചിൻ നിന്ന് പോയി. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, അതേ ആശയത്തിൽ പൗലോസ് പുതിയ നിയമസഭയോട് പറഞ്ഞു, വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിപ്പോകാതിരിക്കാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അവിടെ അപ്പോസ്തലൻ ഓർപ്പിച്ചുണർത്തുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവസാനം ഈ പുസ്തകത്തിൻ്റെ ഭാഗം, ആദ്യ ഭാഗവും അവസാന ഭാഗവും ഇയ്യോബല്ല എഴുതിയതെന്നാണ് പല കമൻട്രികൾ പറയുന്നത്. അവരെ ആദ്യ ഭാഗം ദൈവം എഴുതി, അവസാന ഭാഗവും ദൈവം ആരെ കൊണ്ടോ എഴുതിച്ചു, കൂട്ടി യോജിപ്പിച്ചു. 42-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു വാചകം നമുക്കെല്ലാവർക്കും ഒരു ആവേശമായിരിക്കണം. ഇയ്യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അവൻ്റെ ദൈവം ആദരിച്ചു. The Lord blessed his latter days more than his beginning. അവൻ്റെ ആരംഭത്തേക്കാൾ അവൻ്റെ അവസാനത്തെ അവൻ്റെ ദൈവം ആദരിച്ചു. ഞാനൊരു കാര്യം തുറന്നു പറയാം, നമ്മുടെ ദൈവമാർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവമാർക്കും കടക്കാരനല്ല. ഒന്ന് വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരു സ്തോത്രം പറയാനേ കഴിവുള്ളെങ്കിലും ഉള്ളു തുറന്നങ്ങ് പറഞ്ഞോണേ. ഒരു ഗാനം മൂളാനേ കഴിവുള്ളെങ്കിലും ചങ്കിൽ തട്ടി അങ്ങ് മൂളിക്കോണം. സ്തോത്രത്തിന് ശബ്ദമില്ലെങ്കിലും ഉള്ള ശബ്ദം വെച്ച് സ്തുതിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഒരു മനോഹര വാക്യമുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. വളരെ മനോഹര വാക്യമാ. എന്താ? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? എളിയ തുടക്കങ്ങളെ ആരും കണ്ടിൽ നിന്ന് വെക്കും, ആരും മൈൻഡ് ചെയ്യത്തില്ല. അല്പ ദിവസങ്ങളെ ആരും അംഗീകരിക്കത്തില്ല, എളിയ തുടക്കങ്ങളെ ആരും ഗൗരവത്തിൽ കാണത്തില്ല. പക്ഷെ അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് അവൻ നമുക്ക് വേണ്ടി ചെയ്യും. ലാസറിന്റെ കല്ലറയുടെ മുന്നിൽ നിന്ന് യേശു പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾക്കറിയാം. എന്താ പറഞ്ഞത്? നിങ്ങൾ ആ കല്ലെടുത്ത് മാറ്റുവീൻ. എന്തിനാ യേശു അത് പറഞ്ഞത്? കാരണം 4 ദിവസം പഴക്കമുള്ള ഡീകമ്പോസ്ഡ് ബോഡി, ബന്ധം വിട്ടുപോയി വെള്ളമായ ബോഡി, അഴുകിയ ബോഡിയെ അവൻ വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം അതായിരുന്നു. 4-ാം ദിവസം ലാസറിന്റെ ഉയർപ്പ്. അതിലും വലിയൊരു അത്ഭുതമില്ല. ഈ അത്ഭുതം ചെയ്യുവാൻ വേണ്ടി യേശു തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ 4 ദിവസം പഴക്കമുള്ള ശരീരത്തെ പുറത്തു കൊണ്ടുവരുന്ന യേശുവിന് അവിടെ ഇരിക്കുന്ന കല്ലൊരു വിഷയമല്ല. യേശു അടഞ്ഞ മുറിയിൽ എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ട് വാതിൽ തുറക്കാതെ. ആ കല്ല് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. പക്ഷെ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ വെച്ച കല്ല് നിങ്ങൾ മാറ്റിയാൽ ഞാൻ ലാസറിനെ എഴുന്നേൽപ്പിച്ച് നിർത്താം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ ഇന്ന് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഹല്ലേലൂയ. വിശ്വാസ ജീവിതം വൺ വേ അല്ല പ്രിയമുള്ളവരെ. ക്രിസ്മസിന് ഗിഫ്റ്റ് കൊണ്ടുവരുന്ന സാന്താക്ലോസിനെ പോലെ നമ്മൾ ചോദിക്കുന്നതെല്ലാം തരാനും ആവശ്യപ്പെടുന്നതെല്ലാം നിവർത്തിച്ച് തരാനും ഉള്ള ഒരു ബന്ധമല്ല സ്വർഗവുമായി നമുക്കുള്ള ബന്ധം. സ്വർഗവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ അവൻ നമുക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കാത്ത ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എളിയ തുടക്കങ്ങളെ അവൻ ആദരിക്കും. തമിഴ്നാട്ടിൽ സത്തംകുളം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, ഒരു ചെറിയ ഗ്രാമമുണ്ട്. 1870 ബൈബിൾ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർ ഇവിടെയുള്ളൊരു CMS പള്ളി സന്ദർശിച്ചതിൻ്റെ കാരണം ബൈബിൾ പ്രിന്റ് ചെയ്യുവാൻ പണമില്ല. അതുകൊണ്ട് അവർ പള്ളികളിൽ കയറി സാധനങ്ങൾ മേടിച്ച് ലേലം വിളിച്ച് വിറ്റ് ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഈ CMS പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയം ഞങ്ങൾ വരും, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യണം. പണമായിട്ട് വേണ്ട, പണം അവരുടെ കയ്യിലില്ല. നിങ്ങൾ പശുവായിട്ടോ ആടായിട്ടോ കോഴിയായിട്ടോ കൃഷിഫലങ്ങളായിട്ടോ കൊട്ടയായിട്ടോ വട്ടിയായിട്ടോ തുണി നെയ്ത് തുണിയായിട്ടോ നിങ്ങൾ തന്നാൽ മതി. ഞങ്ങളിത് പട്ടണത്തിൽ കൊണ്ടുപോയി ലേലം വിളിക്കാം, അവിടെ നിന്ന് ഞങ്ങൾക്ക് പണം കിട്ടും. ഞങ്ങൾ ആ പണം വെച്ച് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊള്ളാം, അല്ല ബൈബിൾ പ്രിന്റ് ചെയ്തോളാം. അത് ട്രാൻസ്ലേറ്റ് ചെയ്താണല്ലോ പ്രിന്റ് ചെയ്യുന്നത്. അവരോട് അറിയിച്ചു.
അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയും ആ സമൂഹത്തെ അറിയിച്ചു. എല്ലാവരും യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അടുത്തൊരു വർഷമുണ്ടല്ലോ, സമയമുണ്ടല്ലോ. അന്ന് തമിഴ്നാട്ടിൽ ഈ സത്തംകുളത്തെ ഒരു സാധു വീട്ടിൽ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, മുത്തയ്യ. ഭാര്യ ഉണ്ടായിരുന്നു, തായരമ്മാൾ. 2-3 കുഞ്ഞുങ്ങളും അവർക്കുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് എന്നും അരിയിടുന്നത് പോലെ അരിയിടാൻ ഈ തായരമ്മാൾ ഒരു പാത്രത്തിൽ അരിയെടുത്തു. ഒരു നേരമേ ആഹാരമുള്ളൂ. പകൽ ജോലി, വൈകിട്ട് ആഹാരം, ഒറ്റ നേരം ആഹാരം. ഇതാണ് ജീവിതം. അരിയിടുവാൻ വേണ്ടി പാത്രത്തിലെടുത്ത് കഴുകുന്നതിന് മുമ്പ് ഒരു പ്രേരണ ഉള്ളിലുണ്ടായി. അരിക്കകത്തേക്ക് ഈ സ്ത്രീ കരമിറക്കി ഒന്ന് മുറുകെ പിടിച്ചു. ഒരു പിടി അരി ആ കയ്യിൽ വന്നു. അടുത്തിരുന്ന ചാക്കിലേക്ക് ആ സ്ത്രീ അത് വലിച്ചെറിഞ്ഞു. അന്ന് രാത്രിയിൽ ആഹാരം എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ ആഹാരം തികഞ്ഞില്ല. കാരണം ചാക്കിലേക്ക് മാറ്റിയ പോർഷൻ ഇവളുടെ പോർഷനായിരുന്നു. പട്ടിണി കിടന്നു. പിറ്റേ ദിവസം 2-3 പറ്റവൾക്ക് കിട്ടി, അത് തിന്നു കിടന്നു. 3-ാം ദിവസം ഒരു കുഞ്ഞ് അവശേഷിപ്പിച്ചത് ഇച്ചിരി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഭക്ഷിച്ചു. 4-ാം ദിവസം ഭക്ഷണം ഇല്ലാതെ കിടന്നു. 5-6 ദിവസം ഒന്നും കിട്ടിയില്ല. ഇങ്ങനെയായിരുന്നു അവളുടെ ജീവിതം. പിറ്റേ വർഷം ഇതേ സമയം എത്തി. വലിയ ആഘോഷത്തോടെ ആടുകളും പശുക്കളും ക്രാവുകളും കോഴികളും ഈ സാധനങ്ങളുമായി എല്ലാവരും പള്ളിയിലേക്ക് ഓടുകയാണ്. എല്ലാവർക്കും ഒരു ആവേശം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനെ അടുക്കളയിലേക്ക് വിളിച്ചു. അവിടെ ഒരു ചാക്ക് നിറച്ച് എന്തോ ഇരിക്കുന്നു. ആ ചാക്കിന് നേരെ ആ സ്ത്രീ വിരൽ ചൂണ്ടി ഭർത്താവിനോട് പറഞ്ഞു, ആ ചാക്ക് ചുമക്കാൻ എനിക്ക് ആരോഗ്യമില്ല. ആ ഇരിക്കുന്നത് എൻ്റെ ജീവനാ. കഴിഞ്ഞ 1 വർഷം ഞാനിവിടെ ആഹാരം കഴിച്ചിട്ടില്ല. ഞാൻ ആഹാരം കഴിച്ചില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ല. എൻ്റെ ശരീരം ക്ഷീണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ആരും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഭംഗിയായി നോക്കി. കഴിഞ്ഞ 1 വർഷം ഞാൻ കഴിക്കേണ്ടുന്ന ആഹാരമാണ് ആ ചാക്കിനകത്തിരിക്കുന്നത്. കഴിക്കാതെ ഇരുന്ന് അലഞ്ഞതും കൊണ്ടും അത് പൊക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് അങ്ങ് ഈ ചാക്ക് ചുമക്കണം. ഞാൻ കൂടെ വരാം, നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഒരു പൊട്ടിക്കരച്ചിലോടുകൂടി ആ മുത്തയ്യ ആ ചാക്കയിൽ പിടിച്ചു. കാരണം 1 വർഷം ഇവിടെ നടന്നത് ഈ ഗൗരവമുള്ള വിഷയം താൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് തന്നെ ഭാരപ്പെടുത്തി. പോകുന്ന പോക്കിൽ ഒത്തിരി പേർ മുത്തയ്യെ കളിയാക്കി. എന്താ മുത്തയ്യെ, നിന്റെ ചാക്കിനകത്ത് കല്ലും മണ്ണാണോ നിറച്ചിരിക്കുന്നത്? നീ ഇതുമായിട്ട് എങ്ങോട്ട് പോകുക? ജനമെല്ലാം കളിയാക്കി. അവർ 2 പേരും ഒരു മറുപടിയും പറഞ്ഞില്ല. അന്ന് പള്ളിയിൽ ലേലം വിളി തുടങ്ങുന്നതിന് മുമ്പ് 1 മിനിറ്റ് എനിക്ക് തരണമെന്ന് മുത്തയ്യ ആവശ്യപ്പെട്ടു. സാധാരണ പള്ളിയിൽ അങ്ങനെ ആരും ആവശ്യപ്പെടാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് 1 മിനിറ്റ് അവർ കൊടുത്തു. മുന്നോട്ട് വന്ന ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ ചാക്കിലിരിക്കുന്നത് എന്താണെന്ന് നിങ്ങളിൽ പലരും ചോദിച്ചു. ഞങ്ങൾ മറുപടി തന്നില്ല. ആ ചാക്കിലിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ജീവനാണ്. കഴിഞ്ഞ 1 വർഷം അവൾ പട്ടിണി കിടന്നു, ആഹാരം കഴിച്ചില്ല. അവൾക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. ശരീരം ക്ഷീണിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല, ബലഹീനമായത് ഞാൻ അറിഞ്ഞില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇന്ന് അവൾ കൊണ്ടുവന്നിരിക്കുന്നത് അവളുടെ ജീവൻ്റെ ഒരു ഭാഗമാണ്. ബൈബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി അവൾ കൊണ്ടുവന്നതാ. ബൈബിൾ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ്സ് ഉൾപ്പെടെ അവിടെയുള്ള പുരോഹിതന്മാർ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഈ സ്ത്രീയെ അഭിനന്ദിച്ചു. പിറ്റേ ആഴ്ച പള്ളിയിൽ വന്ന അറിയിപ്പ് പട്ടണത്തിൽ കൊണ്ടുപോയി ലേലം വിളിച്ചപ്പോൾ ഈ ചാക്കിലെ അരിയുടെ സംഭവം അവരവിടെ വിവരിച്ചു. ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ധനവാൻ സ്വപ്നം കാണുന്നതിലും അപ്പുറം ഒരു വിലയ്ക്ക് അരി ലേലത്തിലെടുത്തു. അതായിരുന്നു അതിൻ്റെ ഉണ്ടായ പ്രതിഫലം. എൻ്റെ വിഷയം അതല്ല പ്രിയമുള്ളവരെ. 1870 തമിഴ്നാട്ടിൽ സത്തംപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാധു സ്ത്രീ അരിക്കകത്തേക്ക് കൈ കടത്തി പിടിച്ച പിടിയരിയുടെ പേര് നമുക്കെല്ലാവർക്കും അറിയാം. ആ പിടിച്ച അരിയുടെ പേരാ പിടിയരി. 1960 50കളുടെ അവസാനം 60കളുടെ ആരംഭമൊക്കെ എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് എല്ലാ ഞായറാഴ്ചയും രാവിലെ തലയിൽ ഒരു വട്ടിക്കകത്ത് അരി വാരി വെച്ചിട്ട് അത് ശേഖരിച്ച് വെച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ട് പറയും, ഫെയ്ത്ത് ഹോമിൽ കൊണ്ട് കൊടുക്കണം എല്ലാ ആഴ്ചയിലും. എന്തായിരുന്നു പിടിച്ച പിടിയരിയുടെ ആഴ്ചത്തെ വിഹിതമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ജീവിച്ചത് പാഴ്സനേജുകളിലായിരുന്നു. പാഴ്സനേജുകളിലാണ് ഞാൻ ജീവിച്ചത്. ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയമുള്ളവരെ, 1980കളുടെ അവസാനവും 90കളുടെ ആരംഭത്തിലുമൊക്കെ സാധു സ്ത്രീകൾ അവർ ഭർത്താക്കന്മാരുടെ കയ്യിലും കുഞ്ഞുങ്ങളുടെ കയ്യിലും കൊടുത്തുവിടുന്ന പിടിയരി ഞാനും ഭക്ഷിച്ചിട്ടുണ്ട്. ആ 1870 നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധു സ്ത്രീയുടെ ഉള്ളിൽ തോന്നിയ ഒരു പ്രകാശനം. അതിനുശേഷം എത്രയോ ദൈവദാസന്മാരുടെ വിശപ്പടക്കുവാൻ, അവളുടെ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ആ സമ്പ്രദായത്തെ സ്വർഗം നിലനിർത്തിയപ്പോൾ ഓർക്കണം, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. 1870 ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച്
ഇന്ന് പകൽ ഈ രാജ്യത്ത് ഈ കുടിവരവിൽ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോണേ. നമ്മുടെ ദൈവം ഓർത്താൽ അതിനെ മായ്ക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ ദൈവം കരുതിയാൽ ആ കരുതലിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. ഒരു സ്വർഗീയ കരുതൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു പകലായി തീരട്ടെ. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓ റബ ശമന റിഖമന. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യത്തെ നമുക്കൊന്നുകൂടി സ്ഥിരമാക്കാം. നമ്മുടെ ആത്മീകതയെ ഒന്നുകൂടി നമുക്ക് പോഷിപ്പിക്കാം. ഏതായാലും വെളിച്ചം കിട്ടി ഇറങ്ങിയവരാ നമ്മൾ. അബദ്ധം പറ്റിയവരുടെ ഒരു കൂട്ടമല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പുസ്തകം സത്യമാണെങ്കിൽ നമ്മൾ അബദ്ധം പറ്റിയവരല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അബദ്ധം പറ്റിയവരുടെ ഒരു കൂട്ടമല്ല പ്രിയമുള്ളവരെ. ഗൗരവത്തിൽ നമ്മൾ കാണണം. ആ ആദമിനെയും ഹൗവയെയും വഴിതെറ്റിച്ചവനാ നമ്മുടെ എതിരാളി. അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മളെ വഴിതെറ്റിക്കുക എന്നുള്ളതാ. ഞാനൊന്ന് തുറന്ന് ചോദിക്കട്ടെ, നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാ. ആ ഒരുക്കത്തിന്റെ വഴിയാത്രയിലുള്ള ഒരു ദിവസം ഈ ദിവസത്തെ നമ്മുടെ ആരാധന. ഞാൻ ഉള്ളു തുറന്നങ്ങ് ചോദിക്കുക, സ്വർഗമാണോ ശ്രേഷ്ഠം? സ്വർഗത്തിലേക്കുള്ള വഴിയാണോ പ്രാധാന്യമുള്ളത്? നിങ്ങൾ രണ്ടും നല്ലതാന്ന് പറയും. സ്വർഗം ശ്രേഷ്ഠതയുള്ളത് തന്നെയാ. പക്ഷെ ദൈവമക്കളായി നമ്മളൊരു കാര്യം ഓർത്തോണേ, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഗൗരവത്തോടെ കാണേണ്ടത്. വഴിതെറ്റിപ്പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ലല്ലോ. ഒന്നുകൂടി ഞാൻ പറയാം, ലക്ഷ്യസ്ഥാനത്തേക്കാൾ ഗൗരവത്തിൽ കാണേണ്ടത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയാ. ആമേൻ. ഗൗരവത്തിൽ നമ്മൾ കാണണം. ആത്മീക ജീവിതം ഇവിടം തീരും, അധികം പോകത്തില്ല. ഭൂമിക്ക് ദൈവം ആയുസ് വെച്ചു. നമുക്ക് ആയുസ് വെച്ചതുപോലെ ഭൂമിക്കും ആയുസ് വെച്ചിട്ടുണ്ട്. എല്ലാം കത്തി ഒഴിയും. ദൈവം തന്റെ സഭയെ സ്നേഹിക്കാനും വീണ്ടെടുക്കുവാനും വരുന്നുണ്ട്. യേശു മടങ്ങി വരും. അതുകൊണ്ട് വഴിതെറ്റി പോകാതിരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാ. ഇംഗ്ലണ്ടിലെ ഒരു തണുത്ത മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രിയിൽ ഒരു ട്രെയിൻ പോകുകയാണ്. ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഒരു സ്ത്രീയും ഒരു കുഞ്ഞും എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരവുമായി ട്രെയിനിൽ കയറി. അവളുടെ മുഖത്താകപ്പാടെ ഒരു അങ്കലാപ്പ, ടെൻഷൻ. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, സീറ്റില്ല. മുന്നോട്ട് നടന്നു. മിഡിൽ ഭാഗത്ത് അവൾക്ക് സീറ്റ് കിട്ടി, സീറ്റിലിരുന്നു. പക്ഷെ അവളുടെ വെപ്രാളം മാറുന്നില്ല. അവളുടെ അടുത്തിരിക്കുന്ന ജെന്റിൽമാനെ അവൾ നോക്കിയിട്ട് തട്ടി വിളിച്ചു. സാർ, ഒരു പേപ്പർ കാണിച്ചു. എനിക്ക് പോകേണ്ടുന്ന സ്റ്റേഷൻ്റെ പേരിതാ. സ്റ്റേഷൻ എനിക്കറിയത്തില്ല, പേരറിയാം, സ്റ്റേഷൻ അറിയത്തില്ല. അങ്ങനെ ഒന്ന് സഹായിക്കണം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ സ്ഥിര യാത്രക്കാരനാ. സ്റ്റേഷൻ എനിക്കറിയാം, വളരെ ദൂരമുണ്ട്. നീയും കുഞ്ഞുമായിട്ടൊന്ന് ഉറങ്ങ്, ഞാൻ വിളിച്ചോളാം. വിളിക്കുമെന്ന് എഴുന്നേറ്റാൽ മതി. അവൾ വളരെ സമാധാനമായി കുഞ്ഞുമായി ട്രെയിനിലിരുന്ന് ഉറങ്ങി. ഇദ്ദേഹം ഉറങ്ങിയില്ല, കാരണം ഇവളെ ഇറക്കണമല്ലോ. വളരെ ദൂരം യാത്ര ചെയ്തു. അർദ്ധരാത്രി കഴിഞ്ഞു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ട്രെയിൻ നിന്നു. ഷട്ടർ പൊക്കി അദ്ദേഹം നോക്കിയപ്പോൾ ഇവൾക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനാണ്, തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ. അദ്ദേഹം തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷൻ അടുത്ത സ്റ്റേഷൻ. ഇനിയും ഈ ട്രെയിൻ നിർത്തുമ്പോൾ നീ ഇറങ്ങണം. നീ ഇവിടെ നിന്നാൽ പുറകെ ചെന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. നീയും കുഞ്ഞും സാധനങ്ങളുമായി ഡോറിൻ്റെ അവിടെ പോയിരിക്കണം. ഒന്നും നോക്കണ്ട, ട്രെയിൻ നിർത്തുമ്പോൾ ഇറങ്ങിക്കോ, അത് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനാണ്. അവൾ ഒത്തിരി നന്ദി പറഞ്ഞ് കുഞ്ഞുമായി സാധനങ്ങളുമായി പുറകിലേക്ക് പോയി. ഇദ്ദേഹം മയങ്ങാൻ ആരംഭിച്ചു. വഴി കാണിച്ചല്ലോ, ഓക്കെയാ. അല്പദൂരം ഈ ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ കുലുങ്ങി നിന്നു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, അവൾ ഇറങ്ങിക്കോളും, ഞാൻ പറഞ്ഞു. വീണ്ടും ട്രെയിൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ടു. കുറച്ച് ദൂരം പോയപ്പോൾ വീണ്ടും നിന്നു. അദ്ദേഹം കണ്ണു തുറന്നു. ഇങ്ങനെ ഒരു സ്റ്റേഷൻ ഇത്രയും ദൂരപരിധിയിലില്ലല്ലോ. ഷട്ടർ പൊക്കി നോക്കിയപ്പോൾ അവൾക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷനിലാണ് ഇപ്പോൾ ട്രെയിൻ നിൽക്കുന്നത്. അദ്ദേഹം ചാടി പുറത്തിറങ്ങി. ഈ ബോഗിയുടെ പുറത്തിറങ്ങി പ്ലാറ്റ്ഫോമിൽ കൂടി എഞ്ചിൻ ഡ്രൈവറിനെ ലക്ഷ്യമാക്കി ഓടി. എഞ്ചിൻ ഡ്രൈവറുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്തിനാ അല്പം മുമ്പ് ഈ ട്രെയിൻ നിർത്തിയത്? അദ്ദേഹം പറഞ്ഞു, മൂടൽമഞ്ഞ് ഭയങ്കരമായിരുന്നു, മുന്നോട്ട് പോകത്തില്ലായിരുന്നു. മഞ്ഞൊന്ന് മാറാൻ വേണ്ടി ഞങ്ങളൊന്ന് നിർത്തിയതാ. അലറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, ആ സ്ത്രീയും കുഞ്ഞും ഇറങ്ങിയത് കൊടുങ്കാട്ടിലായി പോയല്ലോ. പിറ്റേ ദിവസം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അന്വേഷിച്ച് ചെന്നപ്പോൾ ചത്ത് വിറങ്ങലിച്ച അമ്മയും കുഞ്ഞിനെയും ആ കാട്ടിൽ നിന്ന് കിട്ടിയത്. എന്താ സംഭവിച്ചത്? വഴി അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. പേരറിയാമായിരുന്നോ? അറിയാമായിരുന്നു. വഴികാട്ടി ഉണ്ടായിരുന്നോ? വഴികാട്ടി ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? വഴി തെറ്റിപ്പോയി. ഒരു കാര്യം ഉറപ്പാ, വഴി അറിഞ്ഞവന്റെ വഴി തെറ്റിപ്പോയാൽ പിന്നെ രക്ഷിപ്പാൻ ആരും കാണത്തില്ല. ഹല്ലേലൂയ. വഴി അറിഞ്ഞവന്റെ വഴി തെറ്റിപ്പോയാൽ പിന്നെ സഹായിപ്പാൻ ആരും കണ്ടെന്ന് വരത്തില്ല.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ വഴിയെ നമുക്കൊന്നുകൂടി ഉറപ്പാക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ വഴിയെ ഒന്നുകൂടി സ്ഥിരപ്പെടുത്താം. ഒരാവേശം നമ്മളിൽ ഉണ്ടാകട്ടെ, ഒരാത്മീക താല്പര്യം നമ്മളിൽ ഉണ്ടാകട്ടെ. ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി പറയാം. യോബിന്റെ കൂടെ നിന്നവൻ, നഥനയേലിനെ തേടിച്ചവൻ ഇന്ന് പകൽ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഈ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കർത്താവ് കൂടെ കാണും. ഞാൻ തനിയല്ല, എന്റെ കർത്താവ് കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ആകുലതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ടെൻഷനുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില മനസ്സിന്റെ ഭാരങ്ങൾ മാറട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹാരത്തിലേക്ക് കൊണ്ടുവരിക. വേദപുസ്തക കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം കൂടി പറയുമ്പോൾ എൻ്റെ സമയം ഇവിടെ അവസാനിക്കും. ഞാൻ നിർത്താൻ പോവുക. കോഴഞ്ചേരിക്ക് സമീപം നാരങ്ങാനം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഈ ഗ്രാമത്തിൽ ഒരു കൊച്ചു വീട്ടിൽ ഒരപ്പനും അമ്മയും മോളും മോനും, കൊച്ചു കുടുംബം. പക്ഷെ അപ്പൻ മഹാമദ്യപാനി, അമ്മയ്ക്ക് കൊയ്യാൻ മാത്രം അറിയാവുന്ന ഒരു സ്ത്രീ. ഇതാണ് വരുമാനം. അപ്പന് വരുമാനമൊന്നുമില്ല. കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ പ്രായമായപ്പോൾ മോനുമായി ഈ അമ്മ സ്കൂളിൽ ചെന്നു. നാരങ്ങാനം LP സ്കൂളിൽ അവനെ ചേർത്തു. 4-ാം ദിവസം ടീച്ചർ അമ്മയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ബുദ്ധിയിൽ അക്ഷരം ഗ്രഹിക്കേണ്ടുന്ന ഭാഗം ബ്ലാങ്ക, അക്ഷരം ഗ്രഹിക്കത്തില്ല. പഠിപ്പിക്കുന്നത് ഗ്രഹിക്കാൻ ഉള്ള ബ്രെയിനിൻ്റെ ഭാഗം ശൂന്യമാണ്. അതുകൊണ്ട് ഇവനെ പഠിപ്പിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വേദനയോടെ ഈ കുഞ്ഞുമായി സ്ത്രീ നേരെ കണ്ടത്തിലേക്ക് പോകുക. പണി ചെയ്യണം, എങ്കിലേ ആഹാരം നാളെ ഉള്ളൂ. കുഞ്ഞിനുമായി കണ്ടത്തിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാരി ദൂരെ നിന്ന് കണ്ടു. എടാ, പഠിപ്പിക്കേണ്ടെന്ന് കുഞ്ഞിനെ കണ്ടത്തിൽ കൊണ്ടുവരുന്നു. ആ സ്ത്രീ വല്ലാതെ പൊട്ടിത്തെറിച്ചു, വഴക്ക് പറഞ്ഞു, ദേഷ്യപ്പെട്ടു. സ്കൂളിൽ വിടേണ്ടുന്ന കുഞ്ഞിനെ നീ കണ്ടത്തിൽ കൊണ്ടുവന്ന് ദേഷ്യപ്പെട്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ അമ്മ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ? ആർക്കും ഇവനെ വേണ്ട, ടീച്ചറിനും വേണ്ട, സ്കൂളിനും വേണ്ട, അപ്പനും വേണ്ട. അവസാനം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഇവൻ്റെ ബുദ്ധിക്കും ക്ഷതം സംഭവിച്ചൊരു ശിശുവാ. ആർക്കു വേണം ഇവനെ? ഞാൻ എന്ത് ചെയ്യാനാ? ഈ സ്ത്രീയുടെ വേദന കണ്ടുകൊണ്ട് കൊയ്യാൻ നിൽക്കുന്ന വയലിൽ തൻ്റെ കയ്യിലിരുന്ന അരിവാൾ വലിച്ചെറിഞ്ഞിട്ട് ഈ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് ഈ സാധു സ്ത്രീ കൂട്ടുകാരി ഓടിച്ചെന്ന് ബലമാന്റെ കയ്യിൽ പിടിച്ചിട്ട് തലേ ദിവസം കൊയ്ത നെൽക്കൂന പൊങ്ങിയിരുന്നതിൻ്റെ മുകളിൽ ഒരു തട്ട് കൊടുത്തിട്ട് ഈ കുഞ്ഞിനെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തിയിട്ട് കൈ തലയിൽ വെച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന. കൊയ്യാനറിയാവുന്ന സ്ത്രീ പ്രാർത്ഥന എന്തെന്നറിയാമോ? ദൈവമേ, നീ ബുദ്ധിയില്ലാത്തവന് ബുദ്ധി കൊടുക്കുന്നവനും അറിവില്ലാത്തവൻ അറിവ് കൊടുക്കുന്ന ദൈവമെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയേ ഉള്ളൂ. നീ ബുദ്ധിയില്ലാത്തവന് ബുദ്ധി കൊടുക്കുന്നവനും അറിവില്ലാത്തവൻ അറിവ് കൊടുക്കുന്ന ദൈവമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യ അക്ഷരം കുറിച്ചപ്പോൾ ഫോട്ടോ എടുത്ത് ട്വിറ്ററിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാൻ അവിടെ ആരുമില്ലായിരുന്നു. ഇവിടെ സാധുക്കളായി 2 സ്ത്രീകളും ഈ കുഞ്ഞും പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും അവിടെ ഉണ്ടായിരുന്നു. ക്ഷണത്തിൽ ഈ കുഞ്ഞിൻ്റെ ബുദ്ധിയെ സ്വർഗം തൊട്ടു. ഇവൻ്റെ ബുദ്ധി ഉണർന്നു. ഇവൻ മഹാജ്ഞാനിയായി. പഠനത്തിൽ ഇവൻ അടിവെച്ച് കയറി. 10th ഭയങ്കര വിജയം, +1 ഭയങ്കര വിജയം, +2 എക്സാമിൻ്റെ സമയമെത്തി. നാളെ പരീക്ഷ ആരംഭിക്കുക. തലേ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവൻ പഠിക്കുക. പഠനത്തിൽ ആവേശമുള്ളതുകൊണ്ട് ദൈവം തൊട്ട ബുദ്ധിയല്ലേ. മേശപ്പുറത്ത് പുസ്തകങ്ങളും ഗൈഡുമെല്ലാം വാരിയിട്ടിരിക്കുക. അവൻ ആവേശത്തോടെ പഠിക്കുക. അടുത്ത 2 ആഴ്ച പരീക്ഷയാ. ഇവന് പരീക്ഷ എഴുതണം. എല്ലാ പുസ്തകങ്ങളും ഒരുമിച്ച് മേശപ്പുറത്ത് വാരിയിട്ടിരിക്കുക. ആവേശ നിമിത്തം ഇവനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം സന്ധ്യയോടടുത്ത സമയം മദ്യപിച്ച് മതോന്മത്തനായി ഇവൻ്റെ അപ്പൻ വീട്ടിലേക്ക് കയറി വന്നു. അപ്പൻ നോക്കിയപ്പോൾ അപ്പനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന മകൻ, അപ്പൻ വന്നിട്ട് ബഹുമാനിക്കാത്ത മകൻ. ഇവൻ എന്തോ മോനാടാ, ദേഷ്യപ്പെട്ടു. എടാ, അപ്പനെ ബഹുമാനിക്കാത്തവൻ്റെ പഠിത്തം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വന്ന് മേശപ്പുറത്ത് കിടന്ന സകല പുസ്തകങ്ങളും അദ്ദേഹം വാരിയെടുത്തു. അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന ഗൈഡും അദ്ദേഹം വലിച്ചു പറിച്ചു. മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ചിതറി അവിടെ വീണു. ദേഷ്യം തീരാൻ അടുക്കളയിൽ പോയി മണ്ണെണ്ണ പാത്രം എടുത്തുകൊണ്ടുവന്ന് ഈ പുസ്തകത്തിൻ്റെ മേലും ബുക്കിൻ്റെ മേലും അദ്ദേഹം തൂവി. സിഗരറ്റും ബീഡിയും വലിക്കുവാൻ എളിയിൽ തിരികെ വെച്ചിരുന്ന തീപ്പെട്ടിയെടുത്ത് ഒരച്ച് പുസ്തകക്കെട്ടിന്മേലിട്ടു. പുസ്തകവും ബുക്കും ഗൈഡും ആളിക്കത്തി. ഇവൻ അലറിക്കരഞ്ഞുകൊണ്ട് മയങ്ങി താഴെ വീണു. അകത്തുറങ്ങുന്ന ഇവൻ്റെ തൊട്ടുമൂത്ത സഹോദരിയെ കരച്ചിൽ കേട്ട് ഓടി വന്നു. അവൾ നോക്കുമ്പോൾ എല്ലാം കത്തിത്തീരുക. ഇവളും തളർന്നുപോയി. ഇവൾ കരഞ്ഞു. അമ്മ അവിടെ ഇല്ല പറയാൻ. ഇവളും പൊട്ടിക്കരഞ്ഞു. ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീഴുമ്പോൾ
അവൾ ആ പുസ്തകക്കെട്ടിലേക്ക് നോക്കുമ്പോൾ അതിനിടയ്ക്ക് നിന്ന് ഒരു പേപ്പർ കഷ്ണം ഇങ്ങനെ പറന്ന് പോകുന്നു. അവൾ വിചാരിച്ചു, ഇത് ഏത് പേപ്പറാണ് ഈ രക്ഷപ്പെട്ടത്? ഇത്രയും വലിയ കത്തലിനിടയിലും ഒരു പേപ്പർ, അത് കണക്കാണോ, സയൻസ് ആണോ, സാമൂഹ്യ പാഠമാണോ, ബയോളജി? ഇവളിങ്ങനെ ശങ്കിച്ചു. എങ്കിലും അത് പോയി. അവൾ കത്തിത്തീരുന്നവരെ അപ്പൻ നിന്നു. അതിനുശേഷം അകത്ത് കയറി അയാൾ കിടന്നു, മയങ്ങിപ്പോയി. സന്ധ്യയായ സമയം ഇവിടെ ഉള്ളിൽ ഒരു ചിന്ത കയറി, എടാ പറന്നുപോയ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് കാണാം, ആരാ രക്ഷപ്പെട്ടത്? ഇവൾ ചാടി മുറ്റത്തേക്ക് ഇറങ്ങി. പറമ്പ് മുഴുവൻ ഇവൾ പരതി, പേപ്പർ കിട്ടിയില്ല. അവൾ വിചാരിച്ചു പറന്നുപോയി എന്ന് വിചാരിച്ച് അവൾ തിരികെ നടക്കുന്ന ഒരു സമയം ആ തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന ഒരു കല്ലിൻ്റെ ഇടയ്ക്ക് നിന്ന്, അവിടെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ കല്ലിൻ്റെ ഇടയ്ക്ക് നിന്ന് സഹോദരൻ എഴുതിയ അനുഭവമാ, ഒരു പേപ്പർ കഷ്ണം അവളെ ഇങ്ങനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ അനങ്ങുക. ഇവൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവൾ ആ പേപ്പർ കഷ്ണം ശ്രദ്ധിച്ചു. പേപ്പർ കഷ്ണം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇന്ന് രാത്രിയിൽ പെയ്യുന്ന മഴയ്ക്ക് മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ളതല്ല ഈ പേപ്പർ കഷ്ണം. അവൾ അതെടുത്ത് മുഴുവൻ വായിച്ചു. ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് വീടിന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ ഒരൊറ്റ അലർച്ചയായിരുന്നു, എടാ പുസ്തകം കത്തിപ്പോയാലും സാരമില്ല, നിന്റെ ഹോൾ ടിക്കറ്റ് കത്തിപ്പോയിട്ടില്ല, നാളെ നിനക്ക് പരീക്ഷ എഴുതാം, നാളെ നിനക്ക് പരീക്ഷ എഴുതാം. അതാ ഞാൻ പറഞ്ഞത്, അന്ന് രാത്രിയിൽ പെയ്യുന്ന മഴയ്ക്ക് ഇത് അലിഞ്ഞ് മണ്ണിനോട് ചേരേണ്ടുന്ന പേപ്പറല്ല, ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ പോകുക. 2012 സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 224ാമത്തെ റാങ്കിൽ അവൻ IAS പാസ്സായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. IAS പാസ്സായി 224ാമത്തെ റാങ്കിൽ അവൻ പാസ്സായി. ഞാനൊരു കാര്യം പറയാം, ദൈവം ഒരു വഴി തുറന്നാൽ, ദൈവം ഒരുത്ത് തൊട്ടാൽ, ദൈവം ഒരു വഴി ഒരുക്കിയാൽ ഉറക്കണം, അതിനെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ചെറുപ്പക്കാരൻ അനേകർക്ക് പ്രചോദനമാകുവാൻ തൻ്റെ ജീവചരിത്രം ഒരു പുസ്തക രൂപത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രിന്റ് ചെയ്ത പുസ്തകത്തിൻ്റെ അവസാന ഭാഗം ഈ സംഭവം എഴുതിയതിന് ശേഷം ഇതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് കയറ്റി. ഈ സംഭവത്തെ കൺക്ലൂഡിങ് പാരഗ്രാഫ്, അതിനെ കൺക്ലൂഡ് ചെയ്യുക. അദ്ദേഹം എഴുതിയ വാചകമായ എൻ്റെ വിഷയം, അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ കടന്നു വന്നത് ടൈൽസ് ഇട്ട വഴികളല്ലായിരുന്നു, ഞാൻ കടന്നു വന്നത് പരവതാനികൾ വിരിച്ച വഴികളല്ലായിരുന്നു, ഞാൻ താണ്ടിയത് കാനന പാതകളായിരുന്നു. ഞാൻ താണ്ടിയ കാനന പാതകളിൽ കൂർത്തുമൂർത്ത കല്ലുകളും മുള്ളുകളും ഉണ്ടായിരുന്നു. അതെന്നെ ഒത്തിരി വേദനിപ്പിച്ചെങ്കിലും അതിനേക്കാളൊക്കെ എന്നെ വേദനിപ്പിച്ചത് ഞാൻ കടന്നു വന്ന പാതകളിൽ ഓരോ ദിവസവും മദ്യപിച്ചതിന് ശേഷം എൻ്റെ അപ്പൻ വലിച്ചെറിയുന്ന മദ്യക്കുപ്പികൾ അത് പൊട്ടിച്ചെതറി എൻ്റെ വഴിയിൽ കിടക്കുമായിരുന്നു. കല്ലും മുള്ളും എൻ്റെ കാലിനെ വേദനിപ്പിച്ചതിനേക്കാൾ എൻ്റെ അപ്പൻ വലിച്ചെറിഞ്ഞ മദ്യക്കുപ്പികൾ, പൊട്ടിച്ചെതറിയ കുപ്പിച്ചില്ലിൻ്റെ ചീളുകൾ എന്നെ ഒത്തിരി 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 വേദനിപ്പിച്ചു. ഞാൻ ഇത് താണ്ടി ഓരോ ദിവസവും മുന്നേറുമ്പോൾ എൻ്റെ യാത്രയിൽ ഞാനും എൻ്റെ ദൈവവുമല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വേറെ ആരും ഇല്ലായിരുന്നു. ഇന്ന് പകൽ കുറിച്ചിട്ടോ, ദൈവം അനുകൂലമെങ്കിൽ അവൻ നമ്മളെ നടത്തും. ദൈവം അനുകൂലമെങ്കിൽ നമ്മളൊരു സക്സസ് ആകും. ദൈവം അനുകൂലമെങ്കിൽ നമ്മുടെ തലമുറകൾ മാനിക്കപ്പെടും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഒരു ദൈവശക്തിയുടെ വ്യാപാരം ശരീരങ്ങളുടെ മേലുണ്ടാകട്ടെ. ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ചില അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ, ചില ക്ഷീണങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ദൈവശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കട്ടെ. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിയൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ചില ഹൃദയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ചില വേദനകൾ വിട്ടുമാറട്ടെ, ചില മൈഗ്രെയിനുകൾ സൗഖ്യമാകട്ടെ, ചില ഉദര രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ചില നാഡീ വ്യൂഹങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ശബല കരങ്ങളെ അടിച്ച് എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഓ റബ ശമന റിഖമന പൗഡബല. ഓ ഹല്ലേലൂയ. ചിക്കമോൻ വിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശമന റിഖമന. ആമേൻ, ആമേൻ, ആമേൻ.